ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നല്ല പഴുത്ത മാമ്പഴം തൊലി കളഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1-2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അത് വെന്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അതിലേക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് തേങ്ങ, ജീരകം, കടുക്, എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് നന്നായി അരച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് നല്ല പുളിയുള്ള തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പൾസ് മോഡിലിട്ടിട്ട് 2 വട്ടം കറക്കിയെടുക്കുക. എന്നിട്ട് അത് നേരെ മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ട് വെച്ചാൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് നന്നായി തിളച്ച് കുറുക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് അതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ആണ് ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ പഞ്ചസാര ചേർത്തു എന്നേ ഉള്ളൂ. ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മേമ വെള്ളം കുടിക്കാനും ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാമ്പഴം വീണ്ടും തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയല്ലേ നമ്മൾ ചേർത്തത്, അപ്പോൾ കറി ഒന്നുകൂടെ ലൂസാവും. അങ്ങനെ കറി വീണ്ടും തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല എന്ന് മേമ്മമാർ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കടുക് പൊട്ടിക്കലാണ്. അതിനായിട്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ഇത് നേരെ ആ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ആട്ടിയ വെളിച്ചെണ്ണൻ്റെയും കറിവേപ്പിലിൻ്റെയൊക്കെ മണം വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കുറച്ചധികം ചോറ് കഴിക്കാനായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ പണ്ട് തൊട്ടേ അമ്മമ്മയും മേമ്മമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.